ചെറുപ്പത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും ഓടിമറഞ്ഞ ഒരു കൊച്ചു ബാലൻ തന്റെ ചങ്ങാതിയായി കൂടെ കൂട്ടിയത് ഒരു ക്യാമറയാണ്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പോലും കിട്ടാത്ത സ്നേഹവും സന്തോഷവും അവൻ ആ ഒരു ക്യാമറയിലൂടെ കണ്ടെത്തി. തനിക്ക് മുന്നിലുള്ള ലോകത്തെ അവൻ ആ ക്യാമറ കണ്ണിലൂടെ കണ്ടു വളർന്നു. തനിക്കുള്ളിൽ പതിഞ്ഞിരുന്ന ഇമാജിനേഷനെ അവൻ ആ ക്യാമറ വഴി ലോകത്തിന് മുന്നിലേക്ക് കാണിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സഹിച്ച അവൻ അതിനൊക്കെ ധൈര്യപൂർവ്വം മറികടന്നു. അവൻ അനുഭവിച്ച യാതനകളും അവൻ കണ്ട സ്വപ്നങ്ങളും ആ സിനിമാ ലോകത്തേക്ക് അവൻ പറിച്ചു നട്ടു. തന്റെ ഓരോ സിനിമകൾ വഴിയും പുതിയൊരു ലോകത്തെ അവൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു കാണിച്ചു. ഇന്ന് താൻ ചെയ്യുന്ന സിനിമകളിൽ കൂടി 50-100 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളും ലോകം എത്രത്തോളം മുന്നോട്ട് പോയാലും താൻ ചെയ്യുന്ന സിനിമകൾ ഓരോ തവണയും ചർച്ച ചെയ്യപ്പെടണമെന്നും ഓർത്തു വെക്കപ്പെടണമെന്നുമുള്ള രീതിയിൽ അയാൾ സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു. കാലം മായ്ച്ചു കളഞ്ഞ ഡൈനോസറുകളെയും കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മാത്രം പരിചയപ്പെട്ട AI പോലുള്ള അഡ്വാൻസ്മെന്റ് ടെക്നോളജികളെ ഒരു ദശാബ്ദത്തിന് മുന്നേ വരെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കുകയും ചെയ്തു. അതേപോലെ അന്യഗ്രഹ ജീവികളെന്നൊക്കെ കേട്ടുകേൾവി മാത്രമുള്ള ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് ET പോലുള്ള സിനിമകൾ ഇറക്കുകയും ചെയ്ത് ലോകത്തെ ഞെട്ടിച്ച ഒരേ ഒരു സ്റ്റീവൻ സ്പിൽബർഗ്. Every movie I make and every movie I start, I don't think I can pull it off. 1946 ഡിസംബർ 18 ഒഹായോ നഗരത്തിലാണ് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജനനം. അമ്മ ലീച്ച് ഫ്രാൻസിസ് ഒരു പിയാനിസ്റ്റ്, അച്ഛൻ അർണോൾഡ് സ്പിൽബർഗ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ചെറുപ്രായത്തിൽ ന്യൂജേഴ്സി, അരിസോണ എന്നിവിടങ്ങളിലും പിന്നീട് കാലിഫോർണിയയിലുമായിട്ടാണ് സ്പിൽബർഗിന്റെ ലൈഫ് ജേർണി വരുന്നത്. കാലിഫോർണിയയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെങ്കിലും തന്റെ ലക്ഷ്യത്തിനു വേണ്ടി അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയോട് തോന്നിയ അഗാധമായ താല്പര്യവും പ്രണയവും 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ആദ്യത്തെ സിനിമയിലേക്ക് എത്തിച്ചു. പിന്നീട് 8mm 9 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മറ്റൊരു സിനിമ. അച്ഛന്റെ ക്യാമറയിലൂടെ അവൻ തന്റെ സ്വപ്നത്തിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചു. 13ാമത്തെ വയസ്സിൽ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വാർ ഫിലിം ഷൂട്ട് ചെയ്ത് ഡയറക്ട് ചെയ്തു. അതിന് അന്നത്തെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ലെവലിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും ചെയ്തു. 1960കളിലാണ് സ്പിൽബർഗിന്റെ പ്രൊഫഷണൽ ജേർണിയുടെ തുടക്കം. നൈറ്റ് ഗാലറി എന്ന ഒരു ടെലിവിഷൻ സീരീസിന്റെ പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ അവസരം ലഭിച്ചു. പിന്നീട് 70കളിൽ സ്വന്തമായിട്ടുള്ള സിനിമയ്ക്കുള്ള പണത്തിന് വേണ്ടി അയാൾ ടെലിവിഷൻ സീരീസുകൾ ഡയറക്ട് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ള റൈറ്റേഴ്സിന് വേണ്ടി സ്ക്രീൻ പ്ലേകൾ എഴുതി. ഇതേ സമയത്ത് തന്നെ ഫിലിം മേക്കിംഗ് ടെക്നോളജീസിനെ കുറിച്ചും അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. 1975ലാണ് സ്പിൽബർഗിന്റെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് ആയിരുന്ന റിച്ചാർഡ് ആൻഡ് ഡേവിഡ് സ്പിൽബർഗിനെ വെച്ച് ഒരു ചാൻസ് എടുക്കാൻ തീരുമാനിച്ചു. ഒരു സിനിമയുണ്ട്, അത് ഡയറക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പീറ്റർ ബെങ്ക്ലിയുടെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള അതേ പേരിട്ടിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമ. ഒരു റിസോർട്ടിലുള്ള കുറച്ച് ബാച്ചിലേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ഷാർക്ക്, അതിൽ നിന്നും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതാണ് കഥ. ആദ്യമായി ഓപ്പൺ ഓഷനിൽ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഡിഫിക്കൽട്ടീസ് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലും പ്രൊഡക്ഷൻ വർക്കിലും ഷൂട്ടിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു. 100 ദിവസത്തിലധികം ഷൂട്ട് നീണ്ടുപോയി. അതൊക്കെ മറികടന്ന് തിയേറ്ററിലെത്തിയ ആ സിനിമ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളിലൊന്നായിട്ട് മാറി. സ്പിൽബർഗിന്റെ സംവിധാനത്തിൽ വന്ന ജോസ് അക്കാദമി അവാർഡ് ഉൾപ്പെടെ അന്നത്തെ ഒരു ഫിനോമിനൽ സിനിമ എന്ന് വേണ്ടിക്ക് തന്നെ നമുക്ക് ജോസിനെ കുറിച്ച് പറയാം. പിന്നീട് 1978 ജോസിന്റെ സീക്വലായി ജോസ് 2 വന്നു. 1980കളിലാണ് സ്പിൽബർഗ് വീണ്ടും ഒരു വിസ്മയ ചിത്രവുമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വന്നത്. ഹാരിസൺ ഫോർഡിനെ നായകനാക്കി റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്ക്. കളക്ഷൻ റെക്കോർഡുകളിലും അതുപോലെ തന്നെ അക്കാദമി അവാർഡ് വിന്നിംഗ്സിലും അത്രയും വലിയൊരു വിജയമായിട്ട് റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്ക് മാറി. 5 ഓസ്കാർ അവാർഡ് ഉൾപ്പെടെ അന്ന് ആ സിനിമയ്ക്ക് ലഭിച്ചു. എന്നാൽ അതൊക്കെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ സ്പിൽബർഗ് വീണ്ടും ഒരു വിസ്മയ ചിത്രമായിട്ട് വന്നു, ET ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ. കഥകളിലും നോവലുകളിലും അല്ലെങ്കിൽ വാക്കുകളിലും ഒക്കെ മാത്രം കേട്ട് ശീലിച്ച ഏലിയൻസ് എന്ന ഒരു കോൺസെപ്റ്റിന് സിനിമ എന്ന ദൃശ്യലോകത്തേക്ക് സ്പിൽബർഗ് പറിച്ചു നട്ടു. അന്ന് ബോക്സ് ഓഫീസിൽ $700 മില്യൺ കളക്ട് ചെയ്ത സിനിമ 3 ഓസ്കാർ അവാർഡുകളും നേടി.
പിന്നീട് ഇന്ത്യാന ജോൺ സീരീസ് സിനിമകളുടെ പ്രൊഡ്യൂസറായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും സിനിമകളിലെ ചരിത്രയാത്ര സ്പിൽബർഗ് മുന്നോട്ട് നീക്കി. പിന്നീട് അങ്ങോട്ട് ജുറാസിക് പാർക്ക് എന്ന മറ്റൊരു ദൃശ്യ വിസ്മയം ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു. കാലം മായ്ച്ചു കളഞ്ഞ ഡൈനോസറുകളെ ലൈവ് ആക്ഷൻ സിനിമകളിലൂടെ അദ്ദേഹം വീണ്ടും പുനർജനിപ്പിച്ചു. പിന്നീട് ഷിൻഡേഴ്സ് ലിസ്റ്റ്, ദ ലോസ്റ്റ് വേൾഡ്, ജുറാസിക് പാർക്ക്, സേവിംഗ് പ്രൈവറ്റ് റയാൻ, AI, ടെർമിനൽ, അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ, കാച്ച് മീ ഇഫ് യു കാൻ തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ. ഇനി എന്താണ് സ്പിൽബർഗിന്റെ ഡയറക്ടിംഗ് സ്റ്റൈൽ? സോ എങ്ങനെയാണ് സ്പിൽബർഗ് തന്റെ സിനിമകളിലൂടെ പ്രേക്ഷകരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നത്? A place called the Oasis. My dear Dr. Sattler, welcome to Jurassic Park. ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്താണ് സ്പിൽബർഗ് തന്റെ സിനിമകളിലൂടെ ഓഡിയൻസിനെ കരയിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്, വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി അതിശയിപ്പിക്കുന്നത്? മെയിൻലി സിനിമാറ്റോഗ്രഫി, പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് മ്യൂസിക്. ഇത്തരത്തിലുള്ള എലമെന്റുകളുടെ യൂസേജ് ആണ് സ്പിൽബർഗ് തന്റെ സിനിമകളിൽ കൂടെ മെയിൻലി യൂസ് ചെയ്യുന്നത്. സ്പിൽബർഗ് സിനിമകളുടെ സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് തന്റെ പ്രോട്ടഗോണിസ്റ്റ് ഒരു ഓർഡിനറി പേഴ്സൺ ആയിരിക്കാം. ആ ഒരു ഓർഡിനറി പേഴ്സൺ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് എത്തുന്ന രീതിയിലാണ് സ്റ്റോറീസ് വരാറ്. എല്ലാ സിനിമകളിലും കഥയുടെ സെന്ററിൽ ഒരു ഫാമിലി ഇമോഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ കുട്ടികളും. പ്രൊഡക്ഷൻ ഡിസൈൻ തന്റെ സബ്ജക്ട്സിനെ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് സ്പിൽബർഗ് സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈൻ വരുന്നത്. ആ രീതിയിലുള്ള ഒരു സ്കെയിലാണ് തന്റെ സിനിമകളിൽ കൂടി സ്പിൽബർഗ് എക്സ്പ്രസ് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ക്യാമറ. എല്ലാ രീതിയിലുള്ള ക്യാമറ മൂവ്മെന്റ്സും സ്പിൽബർഗ് സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്. അത് സ്മൂത്ത് ആവാം, ഹാൻഡ് ഹെൽഡ് ആവാം, ബിഗ്ഗസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആവാം, സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സും, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള മൂവ്മെന്റ്സിന്റെയും ഒരു മിക്സ് സ്പിൽബർഗ് സിനിമകളിൽ സാധാരണ കാണാറുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള വിഷ്വൽ എലമെന്റ്സും സ്പിൽബർഗ് സിനിമകളിൽ നമുക്ക് മെയിൻലി കാണാൻ പറ്റും. അതൊരു ഡ്രീമി വേൾഡ് ആവാം, അതല്ലെങ്കിൽ സിൽഹെറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഷാഡോസ് ആവാം, അതല്ലെങ്കിൽ മിറേഴ്സ് ആൻഡ് റിഫ്ലക്സീവ് ടോക്സ് ആവാം. അങ്ങനെ പല രീതിയിലുള്ള വിഷ്വൽ എലമെന്റ്സും ഉണ്ടാവാറുണ്ട്. ഓഡിയൻസിനെ തന്റെ സിനിമാറ്റിക് വേൾഡിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മൂവിംഗ് ഷോട്ട്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. ക്യാമറ മൂവ്മെന്റ് പ്ലസ് ബ്ലോക്കിംഗ് ഓർ സ്റ്റേജിംഗ് ഓഫ് ആക്ടേഴ്സ്, ഇതാണ് സ്പിൽബർഗിന്റെ സിനിമാറ്റോഗ്രഫി എന്ന് സിംപിളി നമുക്ക് പറയാം. ഇത്തരത്തില് സിനിമയുടെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാലും തന്റേതായിട്ടുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അവിടെ സ്പിൽബർഗ് കൊടുക്കാറുണ്ട്. അൺബിലീവബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിലേക്ക് ബിലീവബിൾ ആയിട്ടുള്ള പീപ്പിൾസിനെ കൊണ്ടുവരുന്നു. ഇതാണ് സ്പിൽബർഗിന്റെ ഭൂരിഭാഗം സിനിമകളുടെയും ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതുവഴി ഓഡിയൻസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസും കിട്ടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ജോണറിൽ ഒതുക്കി നിർത്താതെ സിനിമ എന്ന മീഡിയത്തെ ഓഡിയൻസിലേക്ക് എത്രമാത്രം ഇൻവോൾവ് ചെയ്യിപ്പിക്കാമെന്നും അതുവഴി ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് കൊടുക്കാമെന്നും സ്പിൽബർഗ് കാണിച്ചു തരും. ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ സൃഷ്ടാവായി ലോകത്തെ ഞെട്ടിക്കാനായി അദ്ദേഹം ഇനിയും വരുമെന്നത് തീർച്ചയാണ്. Tomorrow, you'll begin the process of looking for survivors of your families. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പിൽബർഗ് സിനിമ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സ് വഴി അറിയിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡയറക്ടറെയോ സിനിമാറ്റോഗ്രാഫറെയോ എഡിറ്ററെയോ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ബാക്ക് സ്റ്റോറി ഇതുപോലെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് ഗുഡ് ബൈ ഫ്രം തൻഷി ആൻഡ് കട്ട്.